നമസ്കാരം. ഞാനിന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ വീഡിയോ കാണാനിടയായി. ഇന്ന് നല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ എപ്പോഴും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം ഈ ലോകത്തിൽ ഒരു മത പണ്ഡിതനും പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനും കൊല്ലാനും സാധിക്കുന്നത്? അന്നും ഇന്നും ഞാൻ കരുതുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതാണ്. ഒരു വിശ്വാസിയായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊന്നും തടയാത്തതെന്നായിരുന്നു. ഇതിലിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും അവരെ കൊലപ്പെടുത്തുന്നതൊക്കെയാണ്. അതുപോലുള്ള ഇഷ്ടംപോലെ ക്രൂരതകൾ നടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ. പക്ഷേ ദൈവം അതൊന്നും തടയുന്നില്ല. തീർത്തും ഒരാൾക്കും ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തടയുന്നില്ല? പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഒരു മതക്കാർക്കും കഴിയില്ല. എനിക്ക് ഈ മതങ്ങളെ പറ്റിയിട്ടൊന്നും, ഒരു മതത്തെ പറ്റിയിട്ട് എനിക്കൊരു ചുക്കും അറിയില്ല. പക്ഷേ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ആ ദൈവവിശ്വാസത്തിൻ്റെ ബേസിൽ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു വിദ്യ പറയാം, ഒരു മറുപടി ഞാൻ പറയാം. അതിൻ്റെ ശരിയും തെറ്റിനെ പറ്റിയിട്ടൊന്നും പിന്നെ കൂടുതൽ എന്നോടൊന്നും ചോദിക്കേണ്ട, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം സങ്കല്പിക്കുക, ഒരു 5 വയസ്സൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും കർഷകരാണെന്ന് വിചാരിക്കുക. അവരെന്ത് ചെയ്യുന്നു എന്നൊന്നും നമുക്കറിയില്ല. അവർ വൈകുന്നേരം രാവിലെ പണിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, നമുക്ക് ഭക്ഷണം തരുന്നു, നമ്മൾ കഴിച്ചു ഉറങ്ങുന്നു, അത്രയേ ഉള്ളൂ നമുക്കറിയുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ അച്ഛൻ്റെ കൂടെ ഇവിടെ പോയി നൂട്ടിക്കോ, അവർ കൃഷി സ്ഥലത്ത് പോയി നൂട്ടിക്കോ. അപ്പോൾ ഈ അച്ഛൻ തൂമ്പെടുത്ത് ആഞ്ഞൊരു കൊത്തു കൊത്തുകയാണ്. ആഞ്ഞൊരു കൊത്തു കൊത്തുമ്പം ഈ കുട്ടി നോക്കുമ്പം ഒരു കൂട്ടം മണ്ണര രണ്ടായി പിളർന്ന് അത് ജീവന് വേണ്ടി പിടയ്ക്കുന്നു. ചെറിയ ചെറിയ പ്രാണികൾ ഏതൊക്കെയോ അതിൽപ്പെട്ട് ചത്തുപോകുന്നു. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ആ ഒരു തൂമ്പെടുത്ത് കളയ്ക്കുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ ഈ കുട്ടി കാണുന്നു. അപ്പോൾ ഉടനെ കുട്ടി പറയുന്നു, അച്ഛാ ചെയ്യല്ല, ഇതെല്ലാം ക്രൂരതയാണ്, അത് ആ മണ്ണര ചാകുന്നു, അതുപോലെ ആ പ്രാണികളൊക്കെ അത് ഒരുപാട് കഷ്ടപ്പെടുന്നു, മണ്ണ് ദേഹത്ത് വീണിട്ട് അത് കുറേ എണ്ണം മരണപ്രാളത്തിൽ പെടയുന്നു, ഇത് ചെയ്യരുത് എന്ന് കുട്ടി പറഞ്ഞു നോക്കിക്കോ. കുട്ടി പറഞ്ഞിട്ട് അച്ഛൻ ആ പണി നിർത്തിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. വീട് പട്ടിണിയാകും. ഇതല്ലേ ശരി? അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ട് അതിലെ ശരിയും തെറ്റും ഏത് എന്ന്, ദൈവത്തിൻ്റെ ഭാഗത്തെ ന്യായം ഏത് അന്യായം ഏത് എന്ന് തിരിച്ചറിയാനുള്ള പ്രായം മനുഷ്യനായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ചോദ്യം ഒരു ഹിന്ദു മതവിശ്വാസിനോടാണ് ചോദിച്ചതെങ്കിൽ അവർ പറയുന്ന ഉത്തരം ഇങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അനന്തമാണ്, അതിന് പ്രായമൊന്നുമില്ല. പക്ഷേ ശരീരത്തിന് പ്രായമുണ്ട്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന ആത്മാവിനെ സംബന്ധിച്ച് ഒരു വസ്ത്രം മാത്രമാണ്. അപ്പോൾ ഒരു വസ്ത്രം മോശമാകുമ്പോൾ മറ്റൊരു വസ്ത്രം നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു ശരീരം മോശമാകുമ്പോൾ ഈ ആത്മാവ് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ശരിക്കും ഹിന്ദുമതം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും ഈ ഹിന്ദുമതത്തെ പറ്റിയിട്ടും കാര്യമായിട്ടൊന്നും അറിയില്ല. ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് ഈ ഹിന്ദു മതത്തിന് അങ്ങനെ മതപാഠശാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ജനറലായിട്ട് കിട്ടുന്ന അറിവുകളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഹിന്ദു മതം വിശ്വാസി പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പഴയ ഷർട്ട് ഇട്ട ഒരാൾ റോട്ടിൽ പോകുന്ന പുതിയ ഷർട്ട് ഇട്ട ഒരാളുടെ ഷർട്ട് അങ്ങോട്ട് വലിച്ച് കീറി കൂട്ടിക്കോ. അതിന് കൃത്യമായ മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയാൾ പുതിയ ഷർട്ട് ഇടുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് ഇയാൾ പുതിയ ഷർട്ട് വലിച്ചു കീറിയെങ്കിലല്ലേ അതിന് തുല്യമായ ഒരു പ്രതിവിധിയാവുന്നുള്ളൂ. അപ്പം ഈ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ പുതിയ ഷർട്ട്, പ്രായമായ ആളെന്ന് വെച്ചാൽ പഴയ ഷർട്ട്. അപ്പം ശരിക്കും ഇയാൾ മുമ്പ് ഏതോ ഒരു കുട്ടീനെ ഒരു പുതിയ ഷർട്ട് വലിച്ചു കീറിയതിൻ്റെ പ്രതിഫലമായിട്ട് ഇയാളൊരു പുതിയ ഷർട്ട് ധരിച്ചപ്പോൾ മറ്റൊരാൾ ഇയാളെ ഷർട്ട് വലിച്ചു കീറി, അഥവാ ചിലപ്പോൾ ഈ ആദ്യം ഷർട്ട് വലിച്ചു കീറിയ ഉടമസ്ഥൻ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അത് ചെയ്യുന്നത്. അത് അങ്ങനെ വരാനാണ്, അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നതെന്നായിരിക്കും ഒരു ഹിന്ദുമത വിശ്വാസി എന്ന് വരുന്ന മറുപടി എന്നാണ് എനിക്ക് തോന്നുന്നത്.